ഇബ്ലീസിന് വേറെ ഒരുപാടുകളെ ചതിപ്പിക്കാം. നമ്മളൊരു ചതിയിൽ ഒരു തോന്നിയാസം ചെയ്താൽ ഇബ്ലീസ് 100 കണക്കിന് 1000 സാധാരണക്കാരോട് ചെന്നിട്ട് എന്ത് പറയും? വലിയ മൂല്യനെ കാട്ടിയ പണി ചെയ്യണ്ടില്ലേ, അതിനൊന്നും അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. വലിയ മുസ്ലിം തന്നെ വ്യഭിചരിച്ചെന്ന് ഈ പത്രത്തിൽ വായിച്ചില്ലേ, നീ ഈ നോക്കിയിരിക്കുന്ന എന്തിനാ, അതൊന്നും അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ലടോ, നീ മൂല്യം അങ്ങനെ ചെയ്യും. ആര് പറയും? പറയാൻ ഇബ്ലീസ് ആരോട് പോയി പറയും? 1000 10,000 ലക്ഷക്കണക്കായ ആളുകളോട് പോയി പറയും. അവരും ചതിയപ്പെടും, അതും നമ്മളെ തലയിൽ നിന്ന് വരും. അപ്പോൾ നമുക്ക് ഇരട്ടിക്ക് ശിക്ഷ ഉണ്ടാവും. എന്തങ്ങനെ പെട്ടുപോയത്? അധമമായ വികാരങ്ങളിൽ നിന്ന് സ്വന്തം അവയവങ്ങളെ തടയാൻ ഈ പണ്ഡിതന് കഴിഞ്ഞില്ല. ആര് പറയാ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആരും ആർക്ക് മേലും വിധിക്കാനല്ല ഈ പറയുന്നത്, നമ്മളെ പറ്റി ആലോചിക്കണം. എപ്പോഴും എൻ്റെ കുട്ടികൾ ചിന്തിക്കണം. തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാണ്ട് വെളിച്ചുണ്ടാവില്ല. കിതാബ് ചൊല്ലി പഠിക്കാം, ഈമാൻ കിട്ടൂല. കുറ്റവാളികളായ തെറ്റുകാർക്ക് അല്ലാഹു തആല അവന്റെ വെളിച്ചം കൊടുക്കുകയില്ല. ഇൽമുണ്ടാവും, നാഫിയാവുൽ ആരെ ബൈത്ത? ഇമാമുന ശാഫിഈ. شكوت إلى وكيع سوء حفظه فأوصاني بترك للمعاصي وقال العلم نور الله حقا ونور الله لا يعطى لعاصيه. ഡിഗ്രി വാങ്ങാ ഈമാനെ വിളിച്ചുണ്ടാവില്ല. ഡിഗ്രി വാങ്ങിയതുകൊണ്ട് ഈമാനെ വിളിച്ചുണ്ടാവില്ല. ഞാൻ ഇന്ന മഹാന്റെ കയ്യിൽ നിന്ന് കോട്ടും കുപ്പായവും സർട്ടിഫിക്കറ്റും വാങ്ങിയത് പോട്ടത്തിൽ അച്ചടിച്ചു വിടാ, പക്ഷെ പിറ്റേന്നോ വേണമെങ്കിൽ കാഫറോ നിന്റെ കൂടെ ഉണ്ടാ? അങ്ങനെയുണ്ടോ? എന്റെ നേരത്തെ ദോഷിയായിരിക്കും. ദോഷിയായി കാഫറായേക്കാം. ദോഷിയായി കാഫറായേക്കാം. എന്റെ ഇന്നാലിന്ന കോളേജിൽ നിന്ന് ബിരുദം വാങ്ങിയവനല്ലേ? അതെ. ഇന്നാലിന്ന കോളേജിൽ ഡിഗ്രിയും കോട്ടും കുപ്പായവും സർട്ടിഫിക്കറ്റും ഇന്നാലിന്ന മഹാന്റെ കയ്യിൽ നിന്ന് ഇന്നാലിന്ന സമ്മേളനത്തിൽ കൈപ്പറ്റിയ ഫോട്ടോ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാവാം. പക്ഷേ പിറ്റേന്നും കാഫറുമാവും. എന്തുകൊണ്ട്? ഹൃദയത്തിൽ എന്തില്ല? ഈമാൻ പ്രകാശല്ലേ. അത്രയും ഓതിയിട്ടില്ല ഒരു മദ്രസ മാലിം. അയാൾ മുത്തക്കയായി പടച്ചവനെ പഠിച്ച് രാമപകലും ഒന്നു കൊടുത്ത് അള്ളാഹുവിനോട് മുഅ്മിനായി ജീവിക്കാം. ഇപ്പം ഡിഗ്രി ഉള്ളവനാ കാഫറുവാക്കാം. എന്തുകൊണ്ട്? നേരത്തെ തന്നെ ആരാണ്? അവയവങ്ങളെ പറയും. മക്കളെ, എന്താ അവന്റെ പ്രശ്നം? പഠിക്കുന്ന കാലത്തെ അവയവങ്ങൾ തെറ്റിൽപ്പെട്ടു പോകുന്നതിനെ തൊട്ട് ഇയാൾ സൂക്ഷിച്ചിട്ടില്ല. പഠിച്ചോ നമ്മളെ കാക്കട്ടെ. അല്ലെങ്കിൽ പെട്ടുപോയിരുന്നു, പക്ഷെ പിന്നീട് തിരിച്ചു മടങ്ങിയിട്ടില്ല. എപ്പോഴെങ്കിലും ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് പഠിച്ചോനെ ഞാൻ നരകത്തിന്റെ റൂട്ടിലാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് തിരിച്ചു വരും. അപ്പൊ അള്ളാന്റെ വെളിച്ചം കിട്ടും. മനസ്സിലായില്ലേ? വഞ്ചിതരായ ഒരു വിഭാഗമാണ് മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും. അവരും അങ്ങനെ ആയേക്കാം, ആകുന്നല്ല. അവരും വഞ്ചിതർ ആയേക്കാം. എപ്പോൾ വഞ്ചിതരായേക്കാം? അവരെ അഹ്മലു തഫഖുദൽ ജവാരിഹി വഹിഫ്ളഹാ അനിൽ മആസി. അവർ അനാസ്ഥ കാണിച്ചു. അഹ്മലു, അവർ അനാസ്ഥ കാണിച്ചു. എന്റെ കുട്ടിയൊക്കെ മനസ്സിലാവണില്ലേ? ഇങ്ങോട്ട് നോക്ക്, മനസ്സിലാവണില്ലേ? അപ്പൊ പഠിക്കുന്ന കാലത്തെ എന്ത് വേണം? ഓരോ ദിവസവും പഠിക്കുന്ന കാലത്തെ നോക്ക്. പഠിക്കുന്ന കാലത്തെ ഓരോ ദിവസവും എന്ത് ചെയ്യണം? നമ്മൾ തെറ്റ് വരുന്നുണ്ടോന്ന് പരിശോധിക്കണം. മനസ്സിലായില്ലേ മക്കളെ? ഒരു തെറ്റ് വരാൻ സമ്മതിക്കരുത്. കാരണം തെറ്റ് വന്നാൽ നാളെ രണ്ടാമത്തെ തെറ്റിന് മടി ഉണ്ടാവില്ല. പിന്നെ അത് അട്ടിയോ, പിന്നെ അത് ശരീരത്തിന്റെ രീതിയോ, പിന്നെ ആ തെറ്റോനെ നിസ്സാരം. അത് പ്രശ്നമില്ല. അങ്ങനെയോ? പിന്നെ അവന്റെ ശിഷ്യനും അങ്ങനെയോ? അതൊക്കെ ചെയ്യുന്നതല്ലേ അവൻ? ശരി, അങ്ങനെയോ? മനസ്സിലായില്ലേ? പറഞ്ഞു അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പരിശോധിക്കണം, എപ്പോഴും പരിശോധിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് എന്നല്ല, ഉണ്ടാകാം. ആലിമീങ്ങൾ അങ്ങനെയാണെന്നല്ല, പലപ്പോഴും അങ്ങനെയാവാനുള്ള സാധ്യതയും ഉണ്ട്. ഓരോരുത്തരുടെ കാര്യം അവരവർക്ക് അറിയൂ. മനസ്സിലായില്ലേ? പിന്നെ പത്രത്തിലെ ദിവസം വരുമ്പോഴേ അയാളെ പറ്റി അറിയൂ. ബാക്കിയൊക്കെ നമുക്ക് അറിയൂല. നമുക്ക് നമ്മളെ കാര്യം നോക്കാം. ഞാൻ എന്നെ പറ്റി, നിങ്ങളെ പറ്റിയോ പറയുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ചതി. ആര് ചതിച്ചു? ഇബ്ലീസ്. ദുനിയാവിന്റെ ശുഗൽ, ഇബ്ലീസിന്റെ ചതി. ഇബ്ലീസിനൊരു മൂല്യം അങ്ങനെയാണല്ലോ. ഒരു മുസ്ലിയാരെ വ്യഭിചാരശാലയിൽ നിന്ന് പിടിച്ചു എന്നോ, ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് പിടിച്ചു എന്നോ പത്രത്തിൽ പിറ്റേ ദിവസം വന്നാൽ
ആ പത്രവും ആ പത്രത്തിന്റെ കട്ടൗട്ടും ഇന്നത്തെ സോഷ്യൽ മീഡിയ അനുസരിച്ച് എന്ത് ചെയ്യാം, കോടിക്കണക്കായ ആളുകളിലുണ്ട് എത്തും 1 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 പ്രശ്നം വരും. ഒന്ന്, മുസ്ലിങ്ങളല്ലാത്തവർ വിശുദ്ധരായ ഈ മാർഗത്തെ തെറ്റിദ്ധരിക്കും. മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല, ഈ മൂല്യന്മാരെ ഈ വെള്ളക്കുപ്പായത്തിന്റെ ഉള്ളിലുള്ള കള്ളത്തരമാണ് എന്നും അവർ ധരിക്കും മറ്റുള്ള സമുദായം. പിന്നെയോ ഈ സമുദായത്തിൽപ്പെട്ട കോടിക്കണക്കായ ആളുകൾ ആ തെറ്റിനെ നിസ്സാരവൽക്കരിക്കും. വ്യഭിചരിക്കാന്നുള്ള പത്രം വലിയ പ്രശ്നമാണെങ്കിൽ മൂല്യർ എന്നാൽ വലിയ മൂല്യം പിടിക്കൂലല്ലോ. പത്രത്തിലുണ്ടായിരുന്നല്ലോ എത്ര വലിയ താടിക്കാരനെ വ്യഭിചാരശാലിന്ന് പിടിച്ചു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ഇവിടെ ഇയാളടുത്തേക്ക് പലതവണ ഇബ്ലീസ് വന്നിട്ടായിരിക്കും ഇയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അവിടെ അയാൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇബ്ലീസിനെ ഓടിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? ഇബ്ലീസിനെ ഓടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഇബ്ലീസിനെ ഓടിക്കാൻ കഴിയും, എളുപ്പം കഴിയും. അള്ളാഹു ഞാൻ വഴി പറഞ്ഞുതരാം. നിങ്ങൾ നോക്കി ലാസ്റ്റ് കഴിയുമ്പോൾ ഞാൻ വഴി പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ? പക്ഷേ അത് ശ്രദ്ധിച്ചില്ല അയാള് എന്ന് മാത്രമല്ല, ചിലപ്പോൾ അവർക്ക് വേറൊരു ധാരണയും ഉണ്ടാവും. തെറ്റോ വ്യഭിചാര ഉദാഹരണം, കള്ളുടി വേറൊരു ഉദാഹരണം. നീള കാലല്ലേ, ഖിയാമത്ത് നാളല്ലേ മൂല്യന്മാരൊക്കെ കള്ളുടിക്കുന്ന കാലമൊക്കെ ഇനി വന്നേക്കാം. ഖിയാമത്ത് നാളൊക്കെ ആകല്ലേ. കമ്മിറ്റിക്കാർ ആദ്യമൊക്കെ പ്രശ്നം ഉണ്ടാക്കും, പിന്നെ ചിലപ്പോൾ പ്രശ്നമൊക്കെ ഒഴിവാക്കും. മൂല്യം നിങ്ങൾ വെള്ളിയാഴ്ച കള്ളുടിക്കരുത് എന്നൊക്കെ പറയുന്ന കാലം ഇനി വന്നേക്കാം. കുത്തുബക്ക് വരുന്ന ഡിമാൻഡ് വരുന്ന അന്ന് കള്ളുടിക്കരുത് എന്ന് പറയുന്നവരുണ്ടാകാം. ചിലപ്പോൾ അന്നത് പറയാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം കമ്മിറ്റിക്കാരും കള്ളുടിക്കും. ശുരിമത്തിൽ ഹുമൂറും എവിടെയും കള്ളു കുടിക്കപ്പെടുന്ന കാലമാണ് അന്ത്യനാൾ എന്ന് മുഹമ്മദ് മുസ്തഫ. ചിലപ്പോൾ മൗലിയരും കമ്മിറ്റിക്കാരും കൂടി കുടിക്കും ചെയ്യും. അങ്ങനത്തെ കാലം ഇനി വന്നേക്കാം. അതൊന്നും ഇല്ലാതെ ഖിയാമത്ത് നാൾ അവസാനിക്കൂല, അങ്ങനെ ഉണ്ടാവില്ല. ഇതൊക്കെ എന്തായി മൗലിയർ ഉസ്താദ് എന്തായി പറയുന്നത്? എടോ ഇനിയുള്ള കാലം അങ്ങനെയാണെടോ. ഇനിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ കുപ്പിന്ന് കമ്മിറ്റിക്കാരനും മൗലിയരൊക്കെ ഒഴിച്ച് കുടിച്ചുകൊണ്ട് ജുമാക്കൊക്കെ വന്നേക്കാം. എന്തുകൊണ്ട് ഒരു ശരീരത്തിൽ ഹുമോറു എവിടെയും മദ്യപിക്കപ്പെടുന്ന കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുത്തനബിക്ക് തെറ്റൂലല്ലോ. വ്യഭിചാരങ്ങൾ എടുക്കുന്നുണ്ടാ ഒക്കെ ഒരുപോലെ തന്നെയല്ലേ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മിനിങ്ങളെ ചിന്തിക്ക. അള്ളാഹു തെറ്റിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുക്ക് പൊരുത്തപ്പെടാത്ത അന്യന്റെ മുതൽ അപഹരിക്കുക, ഇങ്ങനെ പോലുള്ള മനസ്സിലായില്ലേ? ഇങ്ങനെ മുതലാളിമാരെ പൈസ പറ്റുക, പിടുങ്ങിയുണ്ടാക്കുക, സാധുക്കളെ പോയിടുക, ഇതൊക്കെ മൂല്യമാരെ ഭാഗത്തുനിന്ന് തെറ്റാണ്, സർവ്വസാധാരണം. മനസ്സിലായില്ലയോ? ഇവിടെയൊക്കെ എന്താ വരുന്നത്? അനുദിനം അയാളുടെ എന്താണോ അയാളുടെ കുറ്റം, ചിലപ്പോൾ വിചാരം, ചിലപ്പോൾ കള്ളൂടി, അതൊക്കെ അവിടേക്കൊന്നും ചിലപ്പോൾ പോകില്ല. അല്ലാതെ നിത്യേന വരുന്ന തെറ്റ്. നാട്ടിലെ മുതലാളിമാരെയൊക്കെ ബഹുമാനിക്കുക, സാധുക്കളെ പരിഗണിക്കാതിരിക്കുക, തനി നിഷിദ്ധമായ കാര്യമല്ലേ അത്. സാധുക്കൾക്കൊരു വിഷയം ഉണ്ടെങ്കിൽ പരിഹാരം തന്നെ ഇല്ല. മുതലാളിമാരുടെ പിന്നാലെ നടക്കുക. ഇതൊക്കെ ഏതൊരു വിഷയം തീരുമാനിക്കുമ്പോഴും മുതലാളിമാർക്ക് ചാഞ്ഞേ പറയൂ, സാധുക്കൾക്ക് നഷ്ടം ഉണ്ടാക്കൂ. ഒരു മഹലില് മുതലാളികൾ തെറ്റിയതാൽ ആക്ഷൻ കുറയും, സാധുക്കൾ തെറ്റിയതാൽ ഉടനെ ആക്ഷൻ എടുക്കും. മനസ്സിലായോ? ഇങ്ങനെ ഇതൊക്കെ ഏർപ്പെടും. ഇതൊക്കെ ഇൽമിന്റെ അഹ്ലുകാരിൽ വരുന്ന തെറ്റുകളാണ്. ഇങ്ങനെയൊക്കെ വരിക. പിന്നെയോ ഇതൊക്കെ അവർ വഞ്ചിതരാണ്. ഏതാണ്? അവരുടെ ഇൽമ കൊണ്ട്. അവർ വിചാരിക്കുകയാണ് അന്നഹും ഇൻദല്ലാഹി ബിമക്കാനിൻ, അവർ അല്ലാഹുവിന്റെ അടുക്കൽ വലിയൊരു സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഇത് ചതിച്ചതാ ഇബ്ലീസ്. ഇബ്ലീസ് ആലിമിനെ ചതിച്ചു. ആലിമിൽ എന്ത് തോന്നിപ്പിച്ചു? അവര് അന്നഹും ബിമക്കാനിൻ ഇൻദല്ലാഹ്, അവർ അല്ലാഹുവിന്റെ അടുക്കൽ ഒരു പ്രത്യേകമായ ബിമക്കാനിൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു പ്രത്യേകമായ സ്ഥാനത്തെത്തിയിട്ടുണ്ട്. അങ്ങനത്തെ സ്ഥാനത്താണ് ഞങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങൾ മുദരിസന്മാര്, ഞങ്ങൾ എത്ര വലിയ മഹാന്മാര്, ഞങ്ങളൊക്കെ കാര്യം പ്രശ്നമല്ല. അങ്ങനെയൊക്കെയാണ് ഒരു മനസ്സിലാക്കുക. അന്നവും അവര് വിചാരിക്കാണ് അത് ബലവും അവർ എത്തിച്ചിട്ടുണ്ട്. ഇൽമിൽ നിന്ന് മബുലഹൻ ഒരു സ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. ലാ യുഅദിബുല്ലാഹു മിസ്ലഹും, അവരെ പോലത്തൊന്നും അള്ളാഹു തആല അദാബാക്കൽ ആക്കൂല. അള്ളാഹ്ക്ക് അതൊരു മോശമല്ലേ, അതുകൊണ്ട് ഞങ്ങളെപ്പോലത്തൊന്നും അള്ളാഹു ശിക്ഷിക്കൂല. അങ്ങനെ വിചാരിക്കുക. നമ്മളൊന്നും അള്ളാഹ് ശിക്ഷിക്കൂല. പിന്നെ ഇതിനൊരു വ്യവസ്ഥ അല്ലേ? നമുക്ക് ഇത്ര വലിയ നീണ്ട താടിയും ഇത്ര വലിയ തലയൊക്കെ കിട്ടും, ഇത്ര വലിയ വയറും കാര്യവും ഇങ്ങനെയൊക്കെ ഉണ്ടാവണം. എന്നെപ്പോഴത്തെ ആളൊന്നും ഉണ്ടാവില്ല. അല്ലാഹു തആല ശിക്ഷിക്കൂല, നമ്മളെന്ത് ശിക്ഷിക്കൂല. എനിക്ക് 10,000 ശിഷ്യന്മാരുണ്ട്, ഓരോക്കെ എനിക്ക് വേണ്ടി നേർക്കൂലേ. പിന്നെ ഞാൻ മരിച്ചാൽ ആ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും എന്താക്കും? മയ്യത്ത് നിസ്കരിക്കും. എല്ലാവരും മയ്യത്ത് നിസ്കരിക്കും. എന്നെപ്പോഴത്തെ എന്താ ഇയാള്? എല്ലാവരും മയ്യത്ത് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹു ഒരാൾക്ക് പുറത്തു കൊടുക്കും. ആരും മയ്യത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ഒരാളെ നരകത്തിലിടുമോ? ഒരാളും ഒരാൾക്ക് മയ്യത്ത് നിസ്കരിച്ചില്ല എന്നിട്ട് അള്ളാഹു ശിക്ഷിക്കും.
അതൊരു മാനദണ്ഡമാണ്. ഒരാൾ അതൊക്കെ ദുനിയാവിലെ സപ്പോർട്ടുകൾ. ഈ സപ്പോർട്ട് ഇല്ലാതെയും അള്ളാന്റെ അടിമയെ സ്വർഗത്തിലാക്കാൻ അള്ളാഹ്ക്ക് കഴിയും. ഒരാളും മയ്യത്ത് നിസ്കരിക്കൂല. ആർക്ക്? ഷഹീദിന്. എന്നിട്ട് നരകത്തിലാവും. മനസ്സിലായില്ല? ഒരാളും മയ്യത്ത് നിസ്കരിക്കൂലല്ലോ. ഒരു വഞ്ചനയാണ്, നമ്മളെപ്പോലത്തെ ആളുകളുടെ ഒരു വഞ്ചനയാണ്. ഞാനൊക്കെ മരിച്ചാല് കേരളത്തിലുള്ള പള്ളിയിലൊക്കെ മയ്യത്ത് നിസ്കരിക്കൂല, അപ്പൊ നമ്മളൊക്കെ പ്രശ്നമൊക്കെ തീരും. പിന്നെ കൊല്ലം ശിഷ്യന്മാരൊക്കെ കൂടിയിട്ട് ഉറൂസ് നടത്തുമല്ലോ, അപ്പോഴും തീരും. അപ്പൊ അത്ര ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതൊക്കെ ദുനിയാവിന്റെ ചതികളാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇബ്ലീസ് ചതിക്കുക. ഇതൊക്കെ ഇബ്ലീസിന്റെ ചതികളാണ്. നല്ല പോലെ ആലോചിക്കണം. ഇതൊക്കെ ഇബ്ലീസിന്റെ ചതികളാണ്. ചിന്തിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ട് എന്നല്ല, ഇല്ല എന്നല്ല. ഇപ്പൊ നിങ്ങളാണല്ലോ ഇപ്പൊ നാളത്തെ കുട്ടികൾ. നിങ്ങളാണല്ലോ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇവിടുത്തെ വലിയ ആലിമ്യങ്ങളാവുന്നത്. സൂക്ഷിക്കെന്റെ മക്കളെ, എപ്പോഴും ഇബ്ലീസ് വരും. സൂക്ഷിച്ചാൽ ഇപ്പോൾ തന്നെ ഇബ്ലീസ് ഉണ്ടോന്നോ അതും സൂക്ഷിച്ചാൽ. തെറ്റിപ്പോൾ തന്നെ പഠിച്ചുണ്ടാക്കണ്ട, ഒഴിവാക്കി. മനസ്സിലായില്ലേ? തെറ്റ് ചെയ്തിട്ടേ ജീവിക്കാൻ കഴിയൂ എങ്കിൽ, തോന്നിയാസം ചെയ്തേ ഇങ്ങനെ പഠിക്കാൻ കഴിയുമെങ്കിൽ അത് നിർത്തിയിട്ട് എന്ത് ചെയ്യാന്നറിയോ? കടല വെക്കാൻ പോകുക അങ്ങാടിയിൽ. അതാ നല്ലത്. ഒരു പെണ്ണൊക്കെ കിട്ടി മര്യാദയ്ക്ക് ആണുങ്ങൾ ജീവിക്കും പോലെ ജീവിക്കുക. ഒരു കടല കച്ചവടം ചെയ്താലും വൈകുന്നേരം ആകുമ്പോഴത്തേന് 500-600 റുപ്യന്റെ കിട്ടും. അതൊക്കെ മതി ഒരു കുടുംബത്തിന് ജീവിക്കാം. മനസ്സിലായില്ലേ? തെറ്റ് ചെയ്താലേ ആര്യമാകൂ എന്നാണ് അവന്റെ ശൈലിയെങ്കിൽ, അവന്റെ ശരീരം നന്മ ക്ഷമിക്കണില്ല, അവന് തെന്മ ചെയ്യാതെ നിർവാഹമില്ല എങ്കിൽ അവൻ ആ മോലിയർ പണി നിർത്തിയിട്ട് വേഗം അങ്ങാടിക്ക് ഒരു പണിക്കോ ഒരു ഹോട്ടൽ തൊഴിലാളിയാവുക. എന്നിട്ട് പെണ്ണൊക്കെ കിട്ടി മര്യാദയ്ക്ക് ജീവിക്കുക. അതാണ് അവന് നല്ലത്. കാരണം മോലിയരാകൽ അള്ളാഹ്ക്ക് വാജിബില്ല. അള്ളാഹ്ക്ക് ഇതേ വാജിബുള്ളൂ, എന്ത്? തെറ്റ് ചെയ്യാതെ ജീവിക്കണം. അത് അള്ളാഹ്ക്ക് കർശനാണ്. മനസ്സിലായില്ലേ? മനസ്സിലായ കുട്ടികളെ? അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ക്ഷമിക്കുക. ഇല്ല, തെറ്റ് ഒരിക്കലും ചെയ്യാതെ എനിക്ക് മുത്തഅല്ലിമാകാൻ കഴിയില്ലേ? നിർത്തിക്കളടാ. തെറ്റ് ചെയ്യാതെ എനിക്ക് മുത്തഅല്ലിമാകാൻ കഴിയില്ലേ? നിർത്തിക്കളടാ. മുത്തഅല്ലിമാകൽ അള്ളാഹ് വാജിബാക്കിയില്ലല്ലോ. അള്ളാഹ് എന്നെ വാജിബാക്ക് തെറ്റ് ചെയ്യാതിരിക്കലല്ലേ. മനസ്സിലായില്ലേ പറഞ്ഞത്? 10-16 വയസ്സായി ഒരാണായി. ഇനിയിപ്പോ 22 വയസ്സാ 25, 20, 30 വയസ്സാവുന്നവരെ ഇൽമും പഠിച്ച് ഇങ്ങനെയൊക്കെ അപ്പൊ എന്താണ് പ്രയാസം. എങ്കിൽ ഇപ്പൊ തെറ്റിന്റെ സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. എന്തുകൊണ്ട്? പടച്ച തമ്പുരാന്റെ ശിക്ഷ വരുന്നത് സൂക്ഷിക്കുക. അള്ളാഹു ആര്യമാണ് നോട്ടല്ല. തെറ്റ് ചെയ്താൽ അള്ളാഹിന് ശിക്ഷ ഉണ്ടാവാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലായില്ലേ? നമ്മളെപ്പോലത്തെ ഒരു വിചാരിക്കുക ബലഹു, നമ്മളെ എത്തിച്ചിട്ടുണ്ട് എന്റെ മക്കാനെ ഒരു സ്ഥാനത്തെ. ഏത് സ്ഥാനമാണ്? ലാ യുഅദ്ദിബുല്ലാഹു മിസ്ലഹും. ഇവരെപ്പോലത്തോലെയൊന്നും നമ്മളെപ്പോലത്തോലെയൊന്നും അള്ളാഹു തആല അർത്ഥം പറയടൂ. ആർക്കാണ് അതിന്റെ അർത്ഥം മനസ്സിലാകാത്തത്? ലാ യുഅദ്ദിബുല്ലാഹു മിസ്ലഹും. ഇവരെപ്പോലത്തോലെയൊന്നും അള്ളാഹു തആല, നമ്മളെപ്പോലത്തോലെയൊന്നും അള്ളാഹു തആല ശിക്ഷിക്കൂല എന്ന് നമുക്കത് തോന്നുക. അപ്പൊ ചതിപ്പെട്ടു. ആരാ ചതിപ്പെട്ട്? മോലിയര്. ഞാനാണ് പറയാ. അപ്പൊ ഞാൻ എല്ലാ ആഴ്ച ക്ലാസ്സിൽ ഇരിക്കുന്നു. ഞാൻ പറയാം, എന്റെ ഉള്ളിൽ വിചാരിക്കുക എന്നെ പഠിച്ചൊന്നും ശിക്ഷിക്കൂല. എല്ലാ ക്ലാസ് കേൾക്കുമ്പോഴും ദ്വാരക്കുന്നുണ്ടല്ലോ. പിന്നെ മരിച്ചാലും ഇപ്പൊ ഇന്നത്തെ നിലക്ക് കുറെ നാളുകൾക്ക് നിസ്കരിക്കുമല്ലോ. അപ്പൊ അതൊന്നും ഉണ്ടാവില്ല. നീ എന്തെങ്കിലും ഉണ്ടൊക്കെ ആ നിസ്കാരത്തിലൊക്കെ പോയിക്കോളൂ. മനസ്സിലായില്ലേ? അതൊന്നും നടക്കൂല. അതൊന്നും നടക്കൂല. അതൊന്നും നടക്കും നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നും പരിശോധിക്കാം. എന്നല്ല വിചാരിക്കുക. എന്നെ ശിക്ഷിക്കൂല എന്ന് മാത്രമല്ല, ഞാൻ എന്തെങ്കിലും റബ്ബിനോട് പറഞ്ഞാൽ എന്റെ ശഫാഅത്താണ് അള്ളാഹ് സ്വീകരിക്കുക. മനസ്സിലായില്ല? എന്നെ പോലത്തൊന്നും അള്ളാഹ് ശിക്ഷിക്കൂല എന്ന് മാത്രമല്ല, ഞാനൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അള്ളാഹു തആല അള്ളാഹിന്റെ മറ്റേ അവറാനെ നരകത്ത് കടത്തരുതെന്ന് പറഞ്ഞാൽ എന്നെ പോലത്തെ ആളുകളെ ശഫാഅത്താണ് അള്ളാഹു തആല സ്വീകരിക്കും. ഞാൻ അത്രയും വലിയ മൂല്യരല്ലേ? ഞാൻ അത്രയും വലിയ വയറനല്ലേ? ഞാൻ അത്രയും വലിയ മഹാനല്ലേ? നാടുകളൊക്കെ പറയപ്പെടുന്ന ആളല്ലേ? അപ്പൊ ഇന്നെന്ന് പഠിച്ചത് ശിക്ഷിക്കൂല എന്നല്ല. സൃഷ്ടികളിൽ ഞാൻ എന്തെങ്കിലും വല്ല ശഫാഅത്ത് പറഞ്ഞാൽ ആ ശഫാഅത്താണ് അള്ളാഹു തആല സ്വീകരിക്കുക എന്ന് ഇന്നെ പോലത്തെ മനസ്സിലാക്കുക. വയളന്മാര്, ദീനീ ഖിദ്മത്ത് ചെയ്യുന്നവര്, മുതഅല്ലിമീങ്ങള്. മനസ്സിലായോ? നമ്മളെ പറ്റി പറഞ്ഞാൽ നമ്മളിലേക്കാണ് 10 വരലും. വേറെ ആളെ കുറ്റം പറയാനല്ല. നിങ്ങൾ 10 കുട്ടികളുടെ മുന്നിലുണ്ട്. നിങ്ങളും ഞാനാണ് ആലോചിക്കേണ്ടത്. മനസ്സിലായില്ലേ? സാഹചര്യങ്ങളൊക്കെ വളരെ വലിയ മിസമാണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ നമ്മളെപ്പോലത്തെ ആളുകൾ ചെയ്ത തെറ്റിനെ കുറിച്ച് ഇഷ്ടം പോലെ വ്യാഖ്യാനമുണ്ട്. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? ഇബ്ലീസ് ചതിച്ചതാണ്. ശ്രദ്ധിക്കണം.
അവർ ചെയ്ത ഇന്നെപ്പോലത്തെ ആളുകൾ ചെയ്ത തെറ്റുകൾ അള്ളാഹ് അന്വേഷിക്കുകയില്ല, അള്ളാഹ് ചോദിക്കുകയില്ല. ഇങ്ങനെയാണ് പലപ്പോഴും ചില പണ്ഡിതന്റെ വേഷധാരികൾ വിചാരിക്കുന്നത്. അവർ വഞ്ചിതരാണ്, അവർ വഞ്ചിതരാണ്. തെറ്റങ്ങനെ ചെയ്ത് ജീവിക്കാം. കുട്ടിപ്രായത്തെ തെറ്റ് ചെയ്തപ്പോൾ ശരീരങ്ങളെ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇനി കുട്ടിപ്രായത്തിൽ ചില അബദ്ധങ്ങൾ പറ്റിയെങ്കിൽ പിന്നീട് അത് പരിശോധിച്ച് അള്ളാഹുലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സിലായില്ലേ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു മനുഷ്യന് കുട്ടിപ്രായത്തൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം, എന്നാലും ഒരു സമയത്ത് മനുഷ്യൻ നന്നാവണം. അത് നിങ്ങൾക്ക് ഒരു വലിപ്പത്തിലായി പറയല്ല, നമ്മളെപ്പോഴും പരിശോധിക്കണം. എന്തുകൊണ്ട് ഇപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റില്ല, ഏത് സമയത്ത് മരിച്ചേക്കാം. വലിയതാണെങ്കിൽ മരിച്ചാലും തൗബാക്കൊന്നും കഴിഞ്ഞില്ലെങ്കിലും എല്ലാം കുട്ടികളൊക്കെ പ്രായപൂർത്തിയായ മക്കളെ എപ്പോഴും പരിശോധിക്കണം. ജീവിതത്തിൽ തെറ്റുവരും. നമ്മൾ ജനങ്ങളുടെ ഒരു കണ്ണാടി, നമ്മളെ കണ്ടാണ് ജനം നന്നാവുക. നമ്മൾ ജനത്തിന്റെ റോൾ മോഡലാ. ഇത് നമ്മൾ ആലോചിക്കുക. അപ്പൊ നമ്മൾ വഞ്ചിതരാ, നമ്മളിപ്പോഴത്തെ പലപ്പോഴും വഞ്ചിതരാവും. നാട്ടിലൊക്കെ നമ്മളോട് നടക്കുമ്പോൾ പറയും ചെയ്യും, സാറേ മേസറി നമ്മളെ കാര്യമൊക്കെ നോക്കണം കേട്ടോ. 10 ആൾ പറയുമ്പോൾ ആദ്യം നമ്മൾ എന്താ വിചാരിക്കും. പിന്നെ ഇപ്പൊ എല്ലാവരും പറയാൻ തുടങ്ങിയാൽ നമുക്കും തോന്നും എന്ത്, സാറേ നിങ്ങൾ മേസറിന്ന് എൻ്റെ കാര്യം നോക്കണേ. അജ് ബേജാറാണ്ടടാ. മറ്റോനും പറഞ്ഞ അജ് ബേജാറാണ്ടടാ. അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു? മേസറി നമ്മളൊക്കെ സ്റ്റേജിന്റെ മേലെ ആയിരിക്കും, ഇവിടെ സ്റ്റേജിലാണല്ലോ, മേസറിന് സ്റ്റേജിലൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ അവരാനോ മറ്റോനോ ഒക്കെ വരികയാണെങ്കിൽ നമ്മളെ മോട്ടോർ സൈക്കിൾ കൊണ്ടുപോയിട്ട് ഇടക്കിടക്ക് പിന്നെ ബ്രോസ്റ്റൊക്കെ വാങ്ങിത്തരുന്ന അവറാനും ബിരിയാനും ഒക്കെ ഉണ്ടല്ലോ. ആ ബിരിയാണി അവറാനിയൊക്കെ നമുക്ക് ബിരിയാണി അവറാനൊക്കെ ബ്രോസ്റ്റ് തിന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു, സാറേ പിന്നെ നിങ്ങളെപ്പോലത്തോലെ എന്നുള്ള സ്ഥാനം നമുക്കില്ല. പിന്നെ മേസറിന് നമ്മളെ കാണുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കണേ. അപ്പൊ നമ്മൾ ആ ബ്രോസ്റ്റ് തിന്നതിൻ്റെ ഇടയിൽ മറ്റേ കൈ കൊണ്ട് അവൻ്റെ പുറത്ത് കൊട്ടി, അതൊന്നും ബിരിയാണി അയച്ച് മേടിക്കണ്ട. അപ്പൊ മോലിയർ എന്ത് വിചാരിച്ച്? മോലിയർ എന്താ വിചാരിച്ച്? മോലിയർ പഠിച്ചോൻ ശിക്ഷിക്കുലാന്ന് മാത്രമല്ല, അവറാനിയും ബിരാനിയും പോലത്തെ ആളുകളൊക്കെ രക്ഷപ്പെടുത്താനുള്ള അധികാരവും എനിക്ക് തന്നെയാണ്. അങ്ങനെ നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ലഭിക്കുന്ന ചതിയ വന്ന് ചതിയ ആരാ ചതിച്ചത്? ഗറൂറായ ചതിയനായ ഇബ്ലീസ്. ഇബ്ലീസ് പേടിക്കണ്ട, ചിന്തിച്ചോ. അന്ന് ഇജ്ജ് ബേജാറാണ്ടടാ, അവിടെയൊക്കെ ഞാൻ ഉണ്ടാവും. എന്ത് ഞാനുണ്ടാണ്? ഏത് ഞാന്? ഏതടാ ഞാന്? ഏത് ഞാന്? എന്ത് ഞാന്? എവിടുത്തെ ഞാന്? പിന്നെ നമ്മളെ ഒരു സ്ഥലത്തേക്ക് ഭക്ഷണത്തിനുണ്ട്. ആ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പറഞ്ഞു, സാറേ മേസറി നമ്മളൊക്കെ നോക്കണേ. ആഹാ അതൊന്നും സാറല്ല, ആകെ നോക്കാം. എല്ലാരും ദ്വാരക്കാൻ പറഞ്ഞ് നമ്മൾക്ക് എന്നെ തോന്നാ നമ്മൾ ആരാണ്? നമ്മൾ വലിയ കൂട്ടരാ, നമ്മൾക്കതൊക്കെ ലെവലാക്കി കൊടുക്കാനുള്ള കഴിവുണ്ട്. ചിലപ്പോ ആ സാധുവിന്റെ കാര്യം നമ്മളോട് 10 ആളോട് പഠിച്ചോനെ മുസ്താദേ ഈ പറയുന്നതോടുകൂടെ അയാളെ കാര്യം അള്ള സാധിപ്പിച്ചു കൊടുത്തേക്കും. അത് എൻ്റെ ഇന്ത്യൻ ദ്വാരല്ല, അയാളെ മനസ്സിന്റെ വേദന അള്ള കണ്ടതാണ്. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചു. എന്ത് തെറ്റിദ്ധരിച്ചു? നമ്മൾ വന്നപ്പോഴേ ചിന്തിക്കണം. ചിന്തിക്കും. ഒരു നാട്ടിൽ മഴയില്ലാത്ത സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോയി, സ്ഥലേ മഴക്കൊണ്ടി തകർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ മഴക്കൊണ്ടി തകർന്നു. അള്ളാഹുവേ മഴ കൊടുക്കണേ ഇതായിരുന്നു. പിറ്റേ ദിവസം ഫോണ് വരുന്നേ, ഉസ്താദേ അസ്സലാമു അലൈക്കും, പള്ളിന്റെ പ്രസിഡന്റ്. ഇന്നലെ നേരം വിളിക്കണവരെ മഴ പെയ്തു, അൽഹംദുലില്ലാഹ്. ചിന്തിക്കണം. സമ്മേളനത്തിന് പോയ വിഡ്ഢി വഞ്ചിതനാവുക, ഇന്നെപ്പോലത്തെ വിഡ്ഢികൾ വഞ്ചിതരാവുക. എന്ത്? പിറ്റേന്ന് നേരം വിളിക്കുമ്പോൾ കമ്മിറ്റിക്കാർ കമ്മിറ്റിക്കാര് 4 കിലോ അലുവി വാങ്ങി വന്ന്, അലുവി ബിസ്ക്കറ്റും ഒക്കെ വാങ്ങി വന്ന്, ഉസ്താദിന്റെ കുട്ടികൾക്ക് ബിസ്ക്കറ്റും അലുവി. എന്റെ ഇന്നലെ ഉസ്താദ് അവിടെ വന്നതായിരുന്നു. നേരം വിളിക്കോളം മഴയായിരുന്നു. ഉസ്താദിന്റെ കിണറ്റിൽ വെള്ളം വറ്റിയിട്ട് 4 മാസമായി. ഉസ്താദിന്റെ പാടത്ത് വെള്ളം ഇല്ലാതായിട്ട് 2 ആഴ്ചയായി. അപ്പൊ എന്ത് ചെയ്താ? അൽഹംദുലില്ലാ ഓല അലുവിയൊക്കെ കൊണ്ടുവന്ന് വാങ്ങി വെച്ച് അൽഹംദുലില്ലാ നിർപ്പതിയായി. ഉസ്താദിനെ ഇന്നെപ്പോലത്തെ ഉസ്താദിനെ കൈമാടക്കൊക്കെ കണ്ട് പോയി. ഒരു മോനോരോടൊക്കെ പറഞ്ഞ്, എന്ത് ഇനി മയക്ക് കുടുങ്ങാണെങ്കിൽ എന്നാൽ കാസിമിന്റെ അടുത്ത് പോയാൽ മതി. മൂപ്പര് എന്നാൽ പിറ്റേന്ന് മഴ നേരെ പൊൾക്കോളം പിന്നെ ഞങ്ങൾ മഴകൊണ്ടാണ് കുടുങ്ങി. പിന്നെ ഞാൻ തന്നെ പറയും ചെയ്യും ഇടക്കിടക്ക്, എന്ത് അന്ന് എന്നെ കൊയിലാണ്ടിക്കാര് മഴയില്ലാതെ കൊണ്ടുപോയിട്ട് പിറ്റേന്ന് നേരം പൊളുക്കുന്നവര് മഴയിരുന്നത്രേ. ഈ ജാതി വെള്ളത്തിൽ ആണെടുക്കണ മോലിയർ എന്ന് വേണമെങ്കിൽ പറയാം. പോയത്തക്കാരൻ, ഈ പോയത്തക്കാരൻ എന്ത് വിചാരിച്ച്? അതൊക്കെ പടച്ചമ്പുരാന്റെ പരീക്ഷണാണ്. മഹറൂറോ മനസ്സിലായോ? പറഞ്ഞു എന്റെ കൂടെ ഉണ്ടാ ആരും ഇതൊക്കെ പറയാനുള്ള അധികാരം
ചിലപ്പോൾ ഇയാളെ ദുആ കൊണ്ടായിരിക്കാം മഴ പെയ്തതെങ്കിലും അത് അയാൾ പറയുന്നതോടുകൂടെ അയാളെ കഥ കഴിഞ്ഞു. അത് അന്ന് അയാൾ ലിസ്റ്റിൽ പോയി. എവിടേക്ക്? മറ്റൊരുത്തേക്ക്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. ആ അരിവിൻ ബിസ്ക്കറ്റ് കൊണ്ടെന്നല്ല അത് പറയേണ്ടത്. സാധുക്കളായ ആരെങ്കിലും അവിടെ ഉണ്ടോ? കൊടുത്താൽ അവർ കൊടുത്താൽ നമ്മളതിന് ഉത്തരവാദിയല്ല. ഇങ്ങനെയുള്ള ദുആ സമ്മേളനത്തിൽ നടന്നിട്ട് മഴ പെയ്പ്പിച്ച് അതിന്റെ പൊലിമ പറഞ്ഞ് നടക്കുന്ന വലിയ തലേക്കെട്ടുകാരും ഉണ്ട്. അവർ വഞ്ചിതരാണ്. അവരും വഞ്ചിതരാണ്. അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ശിഷ്യന്മാര് പറയാം, ഞങ്ങൾ ഉസ്താദേ ധാരണ മഴയാണ്, അത്രയും വലിയ ആവില്ല. എന്റെ രാവും പകലും തിന്മയണിന് മടിയൊന്നുമില്ല, തെറ്റിയണ മടിയൊന്നുമില്ല, അതൊന്നും പെഞ്ചാറില്ല. അതിനർത്ഥ ആലിമീങ്ങളും ദ്വാർന്നാൽ മഴ പെയ്യൂല എന്നല്ല. പടച്ചോനെ പേടിക്കുന്ന മുത്തഖീങ്ങളായ അവയവങ്ങളെ സൂക്ഷിക്കുന്ന സാലിഹ്യങ്ങളായ ആലിമീങ്ങൾ മഴ പെയ്തേക്കാം. പക്ഷെ അത് പറഞ്ഞടക്കാനുള്ള അധികാരം അവർക്കും ഇല്ല. മനസ്സിലായോ? വളരെ ചിന്തിക്കണം. ഇതൊക്കെ വഞ്ചിതരാണ്, വഞ്ചനയുടെ സാമ്പിളുകളാണ്. ഇതൊക്കെ വഞ്ചിതരാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ വഞ്ചിതരാണ്. എന്താ പ്രശ്നം? ഇവർ നാട്ടിലെല്ലാ ആളുകളോടും നന്മ കൊണ്ട് കൽപ്പിക്കും. പക്ഷേ മനസ്സിലായില്ലേ, ഇവരുടെ അവയവങ്ങളെ തെറ്റിനെ തൊട്ട് സൂക്ഷിക്കാൻ ഇവർക്ക് കഴിയുകയില്ല. മസലും ഇവരുടെ ഉദാഹരണം തബീബിൻ ഒരു ഡോക്ടറെ പോലെയാണ്. ഏത് ഡോക്ടർ? വേറുള്ളവർക്ക് മരുന്ന് എഴുതി കൊടുത്ത് മരുന്ന് കൊടുക്കും. ഇത്തരം അവയവങ്ങളെ തെറ്റിനെ തൊട്ട് സൂക്ഷിക്കാതെ സ്വന്തം സ്ഥാനമാനത്തിൽ വലിപ്പത്തരം പറഞ്ഞു നടക്കണം നമ്മളെപ്പോലത്തെ ആളുകൾ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒന്ന് ഓർക്കാമി പറയാം, മോനെ അള്ളാഹു നമ്മളെ തടി നന്നാക്കട്ടെ. ഇത് നന്നായിക്കള, ഇത് ഇവിടെ നന്നാവണം. എന്റെ വലിപ്പത്തരം എന്ന് പറഞ്ഞ് വിചാരിച്ച് നടക്കുന്ന നമ്മളെപ്പോലത്തെ ഒരു തെറ്റിന് അവയവനത്തിൽ സൂക്ഷിക്കാൻ നമുക്കോട്ട് കഴിയുന്നും ഇല്ല. അവരുടെ ഉദാഹരണം തൊബീബിന് ഒരു ഡോക്ടറെ പോലെയാണ്. വേറുള്ളവരെ അയാൾ ചികിത്സിക്കും, മരുന്ന് കൊടുക്കും. പക്ഷെ അലീലും അയാൾ വലിയ രോഗിയ. ഖാദിറുൻ അല ദവായി, അയാൾക്ക് മരുന്ന് കുടിക്കാൻ കഴിയും. പക്ഷെ അയാൾ കുടിക്കൂല. എന്റെ മരുന്ന് കുടിക്കാൻ തിന്നാ പിന്നെ പത്തെണ്ണല്ലോ, പത്തെണ്ണം ഒഴിവാക്കണല്ലോ. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. മോലിയിൽ എന്ത് മരുന്ന് കുടിക്കട്ടെ? മനസ്സിലായില്ല? ഇയാളെപ്പോ മനസ്സിലായ കുട്ടികളെ, ഈ ആള് ഇങ്ങനത്തെ ആലിമിന്റെ ഉദാഹരണമൊക്കെ തൊബീബിൻ ഒരു ചികിത്സാരിയെ പോലെയാണ്. ഒരുപാട് ആൾക്കാർ മരുന്ന് കൊടുക്കും, മരുന്ന് ചികിത്സിച്ച് മാറ്റും ചെയ്യും. അതേ സമയത്ത് അലീലും ഇതേ രോഗം ഇയാൾക്കുണ്ട്. ഒരാഴ്ചബുദ്ധമായി ഇയാൾ മരുന്ന് കുടിക്കൂല. എന്തുകൊണ്ട്? ഇയാൾ അതേ രോഗത്ത് ചത്തോ? നാട്ടുകാരെ രോഗം മുഴുവൻ ഇയാളെ കൊണ്ട് മാറും, ഇയാൾ ഒന്നാവില്ല. ഇയാൾ മരുന്ന് ആ രോഗത്ത് ചത്തുപോയി. എന്താ കാരണം? എന്താണടാ രാവിലെ തന്നെ ഒന്നിട്ട് മേപ്പോട്ട് നോക്കിയിരിക്കുന്നത്? പറ. ഒരു ആലിമ് നാട്ടുകാരെ സ്വർഗത്തിനെ പറ്റി ആഗ്രഹിപ്പിക്കും, നരകത്തിനെ പറ്റി പേടിപ്പിക്കും. അള്ളാഹിനെ പേടിക്കണം, ഈ സ്വർഗം നരകം ഇതൊക്കെ പറഞ്ഞ് സ്വർഗാണ് നരകാണ് നിസ്കരിക്കണം, നോമ്പൊക്കെ പറഞ്ഞ് കള്ളുടിക്കൽ ഇങ്ങനെ കാര്യം പറയും. എന്നിട്ട് അതിൽ നിന്നൊക്കെ ജനങ്ങളെ രക്ഷപ്പെടുത്തും. അതേ സമയത്ത് ഇയാളെ തെറ്റൊക്കെ ചെയ്യും. അതിൽ പല തെറ്റും ഇയാളിലുണ്ട് എങ്കിൽ ഇയാൾ ഒരിക്കലും നന്നാവണമില്ല. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്കും. അയാളുടെ ഉദാഹരണം തബീബിൻ ഒരു ഡോക്ടറെ പോലെയാണ്. എന്തുകൊണ്ട് പറഞ്ഞിട്ട് എന്തിനാ നോക്കിയിരിക്കണേ? എന്തുകൊണ്ട്? എടോ, മരുന്നിന് പത്യണ്ടാവോ, മരുന്നിന് കയ്പുണ്ടാവും. അത് ഇയാൾക്ക് ഇഷ്ടല്ല. ഇയാൾക്ക് നല്ല രസം കുടിച്ച് രസികനായി പോയിട്ടുണ്ട്. ഇയാൾക്ക് കയ്പ് കുടിക്കാൻ കഴിയില്ല. ഒന്ന് പത്യം, ഒന്ന് കഷായത്തിന് കയ്പുണ്ട്. കഷായം 2 ആഴ്ച കുടിക്കുകയാണെങ്കിൽ 4 ആഴ്ച കുടിക്കുകയാണെങ്കിൽ മീനും പറ്റൂല, ഇറച്ചിയും പറ്റൂല. ഇയാൾക്കത് രണ്ടില്ലാതെ തിന്നാനോട് കഴിയൂല. ഇയാൾക്ക് എന്നും മീൻ കുടിക്കണം, മീൻ തിന്നണം, എന്ന് ഇറച്ചി തിന്നണം. മനസ്സിലായോ? അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യൂല? ഇയാൾ വരുന്നവർക്ക് മരുന്നും കൊടുക്കുന്നവരോട് പറയും ചെയ്യും, എന്ത് ചിട്ടയെടുക്കണം, എന്നാലും ദീനം മാറും. എന്താ ചിട്ട? ഇറച്ചി പാടില്ല, മീൻ പാടില്ല. എടോ, ഇറച്ചി പാടില്ല, മീനും പാടില്ല എന്നൊക്കെ ഇയാൾ പറയും. ആയിക്കോട്ടെ, 2 മാസം 4 മാസം കയ്പുള്ള മരുന്ന് കൊടുത്തു. ഭയങ്കര കയ്പായിരിക്കും, കുടിച്ചാൽ ദീനം മാറൂ. അന്ന് നോക്കിയിട്ട് കാര്യമില്ല, ദീനം മാറില്ലേ? അപ്പൊ അയാള് ഈ ഏറെ കയ്പുള്ള ഈ മരുന്ന് ഇയാൾ കൊണ്ടുപോയിട്ട് കുടിക്കും. ആര്? ഈ രോഗി. ഇയാൾ 4 മാസം ഇറച്ചിയും കുട്ടിയില്ല, മീനും കുട്ടിയില്ല, രോഗം മാറും ചെയ്തു. അതേ രോഗം ആർക്കുണ്ട്?
മോദിയക്കുണ്ട് അഥവാ ചികിത്സാരിക്കുണ്ട്, പക്ഷെ മൂപ്പര് മരുന്ന് കുടിക്കൂല. കാരണം മൂപ്പർക്ക് കയ്പ് ഇഷ്ടമില്ല. പിന്നെ മീൻ ഇറച്ചി തിന്നാതെ മൂപ്പർക്ക് കഴിക്കില്ല വൈദ്യർക്ക്. ഈ വൈദ്യരെ പോലെയാണ് ചില മൂല്യന്മാര്. ജനങ്ങൾക്ക് നരകമൊക്കെ പറഞ്ഞവർ പഠിപ്പിക്കും, പക്ഷെ ഇവർക്ക് വിചാറുണ്ടാവില്ല. പിന്നെ മനസ്സിലായില്ലേ പറഞ്ഞത്, നമ്മളൊന്നും പഠിച്ചാൽ ശിക്ഷിക്കൂലെന്ന് വിചാരിക്കും. എന്തുകൊണ്ട്? മൂപ്പർക്ക് വ്യഭിചരിക്കാതെ ജീവിക്കാൻ വയ്യ. വ്യഭിചാരത്തിനെ പറ്റി വേണമെന്ന് പറയും. എന്റെ ആ പത്യ ഒഴിവാക്കാൻ വയ്യ, ആ രസം ഒഴിവാക്കാൻ വയ്യ. തോന്നിയാസം ഹാക്കട വാക്കട വ്യഭിചാര ഉദാഹരണം. അങ്ങനത്തെ ഹാക്കട വാക്കട എല്ലാം തെറ്റും. ഈ തെറ്റിയും മൂല്യം ചെയ്യും. എന്തുകൊണ്ട്? ഖുർആന്റെ കാര്യത്തിന് മരുന്ന് മൂപ്പര് കുടിക്കൂല. മനസ്സിലായോ പറഞ്ഞത്? എന്തുകൊണ്ട് മരുന്ന് ഈ മരുന്ന് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഖുർആന്റെ കാര്യത്തിന് മരുന്ന് കുടിച്ചാൽ എന്താവും? പറയടോ, കയ്പുണ്ടാവും. ഭയങ്കര കയ്പാണത്. ഖുർആന്റെയും ഹദീസിന്റെയും മരുന്ന് ഒരാൾ കുടിക്കുമ്പോൾ അയാൾക്ക് കയ്പായിരിക്കും, ഇയാൾക്ക് കയ്പ് രസമില്ല. പിന്നെ പഥ്യം പാലിക്കണം. ഇറച്ചി മീനും 4 മാസം കൂട്ടാൻ പാടില്ല, വിചരിക്കാൻ പാടില്ല, തോന്നിയാസം കാട്ടാൻ പാടില്ല, അനർഹമായത് എടുക്കാൻ പാടില്ല. അതെല്ലാം മൂപ്പർക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മൂപ്പര് ഈ ലോകത്ത് തന്നെ ചത്തു. നാട്ടുകാരൊക്കെ മൂപ്പര് ചത്തുപോകും. മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലായോ? ഇതാണ് പലപ്പോഴും ചിലപ്പോഴെല്ലാം പണ്ഡിതന്മാരുടെ ഉദാഹരണം എന്ന് അബൂ ഹമീദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. ചിലപ്പോഴെങ്കിലും പണ്ഡിതന്മാരുടെ ഉദാഹരണം. എല്ലാവരും അല്ല. തഖീങ്ങളായ സാലിഹ്യങ്ങളായ ആലിമീങ്ങൾ ഉണ്ടാവും, ഏത് കാലത്തുണ്ടാവും. അവരെ കൊണ്ടാണ് ലോകം നടക്കുന്നത്. ഇന്നുണ്ട്, എന്നുണ്ടാവും. ഈ നാട്ടിലുണ്ട്, മറുനാട്ടിലുണ്ട്, എവിടെയുണ്ടാവും. പരശോനെ പഠിക്കുന്ന ആലിമീങ്ങൾ അവരുണ്ടായാലേ ലോകം നിലനിൽക്കൂ. ഈ പറഞ്ഞത് അവരെ പറ്റിയല്ല. പറഞ്ഞോ, കുട്ടിക്കാലം മുതലേ തെറ്റ് ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവര്, വലുതായപ്പോൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കാത്തവര്, തെറ്റിനെ സൂക്ഷിക്കാൻ തയ്യാറില്ലാത്തവര്, അങ്ങനെ കുട്ടികളെ. അപ്പോൾ വെള്ളമൊക്കെ പറയും, ജനങ്ങളൊക്കെ നല്ലത് പഠിപ്പിക്കും, പക്ഷെ ആ തെറ്റിനെ ഇവർ മാറിക്കൂല. ഏതുപോലെ ഒരു ചികിത്സാരിയെ പോലെ അയാളുടെ മരുന്നും പഥ്യവും കൊണ്ട് ഒരുപാട് ആളുകൾക്ക് മാറി, പക്ഷെ ഇയാൾക്ക് അതേ രോഗത്തിൽ ചത്തുപോയി. എന്തേ? ആ മരുന്ന് ഇയാൾ കുടിച്ചില്ല, കാരണം അതിന്റെ കയ്പ് ഇയാൾക്ക് ഇഷ്ടമല്ല. 2, അതിന്റെ പഥ്യം അയാള് പാലിക്കാൻ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. من ازداد علما ولم يزد له هدى ولم يزد له هدى لم يزد له من الله إلا بعدا. الله ഒരാൾക്ക് ഇൽമ അധികരിച്ചാൽ അതനുസരിച്ച് ഹിദായത്ത് അധികരിക്കണം. ഇല്ലെങ്കിൽ അല്ലാഹുവിൽ നിന്നുള്ള അകലമല്ലാതെ അയാൾക്ക് അധികരിക്കുകയില്ല. من ازداد علما ولم يزد له هدى لم يزد له من الله إلا بعدا എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് ഒരു ദിവസം ഇൽമ കൂടിയാൽ ഇന്നലത്തെക്കാൾ നിങ്ങൾക്ക് ഇന്ന് ഇൽമുണ്ടെങ്കിൽ ഇന്നലത്തെക്കാൾ ഇന്ന് ഹിദായത്ത് ഉണ്ടാവണം. ഒരാൾക്ക് ഇൽമ കൂടി, അതനുസരിച്ച് എന്ത് കൂടിയില്ല? ഹിദായത്ത് കൂടിയില്ലെങ്കിൽ ലം യസ്ദദ് ലഹു മിനല്ലാഹി ഇല്ലാ ബുഅദ. അല്ലാഹുവിൽ നിന്ന് അകലമല്ലാതെ അത്തരം വ്യക്തികൾക്ക് കൂടുകയില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവേ ജല്ല ജലാലുഹു റബ്ബേ, നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. തെറ്റിനെ തൊട്ട് കാത്തിരക്ഷിക്കണമേ റബ്ബേ. മനസ്സിലായില്ലേ മക്കളെ? വളരെ ചിന്തിക്കണം, എപ്പോഴും പരിശോധിക്കണം, എപ്പോഴും പരിശോധിക്കണം. ഏത് നേരത്തെ മനുഷ്യൻ എവിടെ പഠിച്ചില്ല. വാക്യത്തിൽ പഠിക്കാം, വാക്യത്തിൽ പഠിച്ചോളി ആശ്രയിച്ചിട്ടുണ്ട്. വാക്യത്തിൽ പഠിച്ച ആളാണ് ചേകനൂര്. ഞാൻ ദാറുൽ ഖുർആനിലാണ് പഠിച്ചത്, ഞാൻ അവിടെ. ഇതൊന്നും കണക്കല്ല. നമ്മൾ എന്നും പരിശോധിക്കണം, അവയവങ്ങളെ പരിശോധിക്കണം, തെറ്റിലേക്ക് പോകുന്നത് സൂക്ഷിക്കണം. ഇൽമ കൂടുന്നതിനനുസരിച്ച് ഹിദായത്ത് അധികരിക്കണം. വെളിച്ചം, അല്ലാഹുവിന്റെ വെളിച്ചം കിട്ടണം. എന്താ വെളിച്ചം കിട്ടിയാൽ? അല്ലാഹുവിനെ പേടിക്കും. മനസ്സിലായില്ലേ? ഒരാൾക്ക് അല്ലാഹുവിന്റെ വെളിച്ചം കിട്ടിയാൽ അയാൾ അല്ലാഹുവിനെ പേടിക്കും, നിയമങ്ങൾ പാലിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്ന് ഇന്ന അശദ്ദന്നാസി ഹബീബായ നബി പറഞ്ഞു, ഇന്ന അശദ്ദന്നാസി യൗമൽ ഖിയാമ അദാബൻ അലിമുൻ ലം യൻഫഉഹു അല്ലാഹു ബിഇൽമിഹി. അന്ത്യനാളിൽ ഏറ്റവും ശിക്ഷ ലഭിക്കുന്ന ആൾ സ്വന്തം ഇൽമു കൊണ്ട് തനിക്കുപകരിക്കാത്ത ആലിമീങ്ങളെയാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് പറഞ്ഞതിന്റെ അർത്ഥം പേടിച്ചോളി. ഇത് സുഖാന്ന് നിങ്ങൾ വിചാരിക്കണ്ട, ഇത് സുഖാന്ന് വിചാരിക്കണ്ട. അതാൽ മനസ്സിലായോ? ഇതിന്മേൽ നിൽക്കാൻ കഴിയെങ്കിൽ മാത്രം വന്നാൽ മതി. നാട്ടുകാർ പേപ്പിക്കാൻ വേണ്ടി തലി കെട്ടി നടക്കണ്ട, നാട്ടുകാർ പേപ്പിക്കാൻ വേണ്ടി തുപ്പിടണ്ട. എങ്ങനെ പേപ്പിക്കല്? നമ്മൾ പേച്ച നാട്ടിൽ സ്വാഭാവികമായി പേക്കും.
ഇന്ന അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമ ആലിമുൻ ലം യൻഫഉല്ലാഹു ബിഇൽമിഹി. അന്ത്യനാളിൽ ഏറെ ശിക്ഷ ലഭിക്കുന്ന, ഏറ്റവും ശിക്ഷ ലഭിക്കുന്ന ആളാരാ? സ്വന്തം ഇൽമു കൊണ്ട് തനിക്കുപകാരമില്ലാത്ത ആലിമാണ്. മനസ്സിലായില്ലേ? അവന്റെ ഇൽമു കൊണ്ട് അവന് ഉപകാരം ഉണ്ടായില്ല. മനസ്സിലാവണ പറഞ്ഞ മനസ്സിലായില്ലേ കുട്ടികളെ? അന്ത്യനാളിൽ സ്വന്തം ഇൽമു കൊണ്ട് തനിക്കുപകാരം ഉണ്ടായില്ല. അവരാണ് അന്ത്യനാളിൽ ഏറ്റവും ശിക്ഷ ലഭിക്കുന്ന ആൾ. മനസ്സിലായോ? അന്ത്യനാളിൽ ഏറ്റവും ശിക്ഷ ലഭിക്കുന്ന ആൾ ഇന്ന അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമ ആലിമുൻ. അന്ത്യനാളിൽ ഏറ്റവും ശിക്ഷ ലഭിക്കുന്നത് ആലിം നിങ്ങൾക്കാണ്. ഏത് ആലിം? സ്വന്തം ഇൽമു കൊണ്ട് തനിക്കുപകരിച്ചില്ല. അയാൾ തെറ്റിയാൻ പാടില്ല എന്ന് എല്ലാവരോടും പറഞ്ഞു. അതിന്റെ ആയത്തോടി കരഞ്ഞു. ജനങ്ങൾ പേടിച്ചു തൗബ ചെയ്ത് കരഞ്ഞു, നേരമ്പോൾക്കോളം കരഞ്ഞു മരിച്ചു. മനസ്സിലായില്ലേ? അയാൾ ആ ഭാഗം ശ്രദ്ധിച്ചാനില്ല. ആ തെറ്റ് അന്നും അയാൾ ചെയ്തു, പിന്നെയും ചെയ്തു, പിറ്റേ കൊല്ലം ചെയ്തു, മരിക്കണവരെ അയാൾ തൗബ ചെയ്തില്ല. അയാൾ അത്ര ശിക്ഷ പരലോകത്താർക്കും ഉണ്ടാവില്ല. മനസ്സിലാവണില്ലടോ പറഞ്ഞേ? തലക്ക് ഇപ്പം ഇത് കേറ്റണം. ഇത് കേട്ട് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? പറഞ്ഞ മനസ്സിൽ നാട്ടുകാർ കേട്ടാ പോരാ, നമ്മൾ തടിക്ക് കയറണം. അന്ത്യനാളിൽ ഏറ്റവും ഇന്ന അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അന്ത്യനാളിൽ ഏറ്റവും ശക്തമായ കഠിനമായ ശിക്ഷ ലഭിക്കുന്നത് ആലിമീങ്ങൾക്കാണ്. അയാൾ അയിൽമുണ്ട് അയാൾക്ക് ഉപകരിച്ചില്ല, അയാൾ അയിൽമുണ്ട് അയാൾക്ക് ഉപകരിച്ചില്ല എങ്കിൽ ആ ആലിമിനാണ് അന്ത്യനാളിൽ ഏറ്റവും കഠിനമായ ശിക്ഷ ഉണ്ടാവും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്. അപ്പൊ എന്താവര്? മഗ്റൂറിയങ്ങൾ സ്വർഗത്തിന്റെ വഴിയിലാണ്. കർമ്മനിരതര. ഞാൻ പകരം ക്ലാസ്, ക്ലാസ്, ദർസ് എല്ലാം ഉഷാറാ. കർമ്മനിരതര. ഭയങ്കര ഉഷാറാ. രാവിലെ ക്ലാസ്, ഉച്ചക്ക് ക്ലാസ്, വൈകുന്നേരം ക്ലാസ്, എല്ലാം ക്ലാസ്, ദർസ്, ക്ലാസ്, അവിടെ എവിടെ യോഗം, ഭാഗം, ഉദ്ഘാടനം, ഇങ്ങനെ രാവും പകലും എവിടെയും എല്ലാവരും നമ്മളെ എല്ലാവരും സദയങ്ങളെ നമ്മളെ കുട്ടീനെന്ന് നിങ്ങൾ ചെയ്ത് തരണം. അപ്പൊ നമ്മൾ ചെയ്തു എന്ത് അത്രയും പരിശുദ്ധമായ കൈയോട് എന്ന് ഞാനും വിചാരിക്കും. ആയിക്കോട്ടെ, അങ്ങനത്തെ ആളുകളില്ലേ എമ്പാടുണ്ട്. പക്ഷെ നമ്മളെ സിറ് പരിശോധിക്കണം. നമ്മളതിന് പറ്റൂലേ? നമ്മളിന്ന് മാറി നിൽക്കുകയും നമ്മൾ നന്നാവും ചെയ്യും. മനസ്സിലായോ? അതൊക്കെ ചിന്തിക്കും എന്ന്. ചില ആളുകളുണ്ട്, അവര് തെറ്റൊന്നും ചെയ്യുകയില്ല. വേറെ ചില ഇൽമിന്റെ ആൾക്കാരുണ്ട്, അവർ തെറ്റൊന്നും ചെയ്യൂല. കള്ളൊന്നും കൊടുക്കില്ല, വ്യഭിചരിക്കൂല, കള്ളുടിക്കൂല, ആരാന്റെ പൈസ മുതലൊന്നും അപഹരിക്കൊന്നുമില്ല. അതായത് തറക്കൂ പ്രത്യക്ഷത്തിലുള്ള തെറ്റുകളൊക്കെ അവര് ഒഴിവാക്കും, ഒന്നും ചെയ്യൂല. പക്ഷേ ഖുലൂബുഹും മംലൂഅത്തും ബിൽ മഫാസിദി ബിൽ കിബ്രി വൽ ഉജ്ബി വൽ റിയാഇ വസ്സുമഅതി. മനസ്സിലായില്ല? വേറെ ചില ആളുകളുണ്ട്, ഇൽമിന്റെ ആളുകൾ തന്നെ. മനസ്സിലായില്ല? ആദ്യം പറഞ്ഞത് പ്രത്യക്ഷ തെറ്റ് ചെയ്ത ഇൽമിന്റെ ആളുകാർ, അവർ വഞ്ചിതരാ. ഇനി വേറെ കൂട്ടര് അവർ പ്രത്യക്ഷ തെറ്റൊന്നും ചെയ്യൂല, കള്ളുടിക്കൂല, വ്യഭിചരിക്കൂല, തോന്നിയാസം ചെയ്യൂല, ഒന്നും ചെയ്യില്ല, ഭയങ്കര ഉഷാറാ. പക്ഷേ ഹൃദയൊക്കെ നിറച്ച് കിടക്ക എന്ത്? കിബർ, റിയാവ്, ഉജ്ബ്. മനസ്സിലായോ പറഞ്ഞത്? ഭയങ്കര. ചില ആളുകൾ അഹിലുകാരുണ്ട്, പ്രത്യക്ഷ തെറ്റുകളെല്ലാം അവർ വർജിക്കും. പക്ഷേ അവരെ ഹൃദയത്തെ തൊട്ട് അവർ മറന്നു കളയുകയും ചെയ്യും. മോശമായ സിഫത്തുകളെ അവർ ഒഴിവാക്കുകയില്ല. എവിടുന്ന് ഒഴിവാക്കൂല? മനസ്സിലായില്ല? ചില ഇൽമിന്റെ ആൾക്കാരുണ്ട് നമ്മളെ പോലെ, പ്രത്യക്ഷ തെറ്റൊന്നും ചെയ്യൂല, പക്ഷേ കൽബിലേക്ക് നോക്കൂല. കൽബ് നിറഞ്ഞടക്കിരിക്കും, അതൊരു ഒഴിവാക്കൂല. ഏതാ കൽബിൽ നിറഞ്ഞടക്കുന്ന തെറ്റുക്കൽ? കിബിരി. എന്ത് കിബിർ? വരിയായി ലോകം. മനസ്സിലായി? അഹങ്കാരം. ഒന്ന് അഹങ്കാരം, ഒന്ന് ലോകമാന്യം, ഒന്ന് ഹസദി, അസൂയ, റിയാസ, നേതൃത്വത്തെ കൊതിച്ച് നടക്കുക, ഉന്നത സ്ഥാനത്തെയും. മനസ്സിലായില്ലേ? അവനെപ്പോലത്തെ ആളുകളെ കുറിച്ച് അവൻ തെറ്റ് വിചാരിക്കുകയും തെറ്റ് പ്രചരിപ്പിക്കുകയും ചെയ്യാം. ഷുറക്കായി കൂടുള്ളവരെ പറ്റി, ഇയാളെ പറ്റി, മനുഷ്യനെ പറ്റി ചോദിച്ചാൽ അതിനൊന്നും പിടിക്ക് കണക്കില്ല, അതൊക്കെ പോക്കണം. പ്രസിദ്ധിയെ തേടുക ഫിൽ ബിലാദി, നാടുകളിൽ, ഇബാദി, ജനങ്ങൾക്കിടയിൽ. മുഹമ്മദ് മുസ്തഫ ഇവരും വഞ്ചിതരാണ്.
എന്നാ അവര് പ്രത്യക്ഷ തെറ്റൊന്നും ചെയ്യൂല, വിചരിക്കൂല, കള്ളുടിക്കൂല, തോന്നിയാസൊന്നും ചെയ്യൂല. പക്ഷെ കൽബ് നിറച്ച് എന്താണ് മനസ്സിലായ? എന്താണ്? കിബിറുണ്ട്, റിയാ ഉണ്ട്. പിന്നെ തലബുൽ റിയാസത്തി വൽ ഉലുവി, നേതൃത്വത്തെയും മേൽമത്വത്തെയും കുതിച്ച് നടക്കുക. ആ സ്ഥാനം എനിക്ക് കിട്ടണം, അതിന് കളിക്കുക. തൊലബ് അതിനെ തേടുക, അതിനെ അന്വേഷിക്കുക. മേൽമത്തരത്തെയും സ്ഥാനത്തെയും കൊതിച്ചു നടക്കുക, അയിമടി കളിക്കുക, അതിന് കളിക്കുക എന്ന്. മറ്റുള്ളവരിൽ ചീത്ത വിചാരിക്കുക, ചോദിച്ചാൽ ചീത്ത പറയാ. ആള് അങ്ങനെ ഉണ്ടല്ലോ, മറ്റൊരാള് അതൊന്നും അങ്ങനെ കണക്കാക്കണ്ട എന്ന് പറയാം. സുഹൃത്തിനെ തേടുക, തന്റെ പേര് നാടുകളിലും ജനങ്ങൾക്കുമിടയിൽ പ്രസിദ്ധനാകാൻ വേണ്ടി പണിയെടുക്കുക. ഇതൊക്കെ ഹൃദയത്തിന്റെ രോഗങ്ങളാണ്. ഇവരും മഗ്റൂറിന, വഞ്ചിതരാണ്. ഇവരെ കാര്യം ഏതാന്ന് വെച്ചാൽ ഇവർ മരുന്നുണ്ട്, പക്ഷേ ഇവര് ആരെ പോലെയാന്ന് വെച്ചെങ്കിൽ കമരീൽ ഒരു രോഗിയെ പോലെയാണ്. ബിഹി ജർബുൻ, അവനിൽ ചൊറി പിടിച്ചു. ഇത്തരം മൗല്യമാരെ ഉദാഹരണം ആരെ പോലെയാണ്? ഇത്തരം മൗല്യമാരെ ഉദാഹരണം കൽ മരീൽ, ഇവർ രോഗിയെ പോലെയാണ്. ബിഹി ജർബുൻ, അയാൾക്ക് ചൊറി പിടിച്ചു. അങ്ങനെ അയാൾ ഡോക്ടറെ എത്തി വന്നു. അപ്പോൾ ഡോക്ടർ അയാൾക്ക് തേക്കുള്ള മരുന്ന് കൊടുത്തു, കുടിക്കുള്ള മരുന്ന് കൊടുത്തു. തേക്കൽ ഉപയോഗിച്ചു. എന്നാൽ ഉള്ളു കുടിച്ചില്ല. നല്ല രസമുള്ള അർത്ഥാണ്. അല്ല, ഒരാള് എൽമിന്റെ മുത്താലിമയെ നമ്മളെപ്പോലത്തെ ഞാനും നിങ്ങളൊക്കെ തന്നെ, മനസ്സിലായോ? പ്രത്യക്ഷ തെറ്റൊന്നുമില്ല, പ്രത്യക്ഷ ഒരു തെറ്റും ചെയ്യില്ല. പക്ഷെ കൽബ് നിറച്ച് എന്തുണ്ട്? തെറ്റുകളുണ്ട്. കിബർ, ഉജ്ബ്, റിയാ, സുമാത്ത്, ഷുഹറത്ത്, തലബ് ഷുഹറത്ത്, തലബ് റിയാസത്തി, ഇതൊക്കെ നിറച്ച് കിടക്കുക. മനസ്സിലായില്ലേ? അത്ര ആളുകളെ, അതായത് പുറത്തൊന്നും തെറ്റില്ല, എന്നാൽ ഉള്ളിൽ നിറച്ചെടുക്കുക. ഏതുപോലെ ഒരു രോഗി, അവന് ചൊറി ഉണ്ടായി. അപ്പൊ ഡോക്ടറെ പോയി. അപ്പൊ ഡോക്ടർ എന്ത് കൊടുത്തു? തേക്കാനും കൊടുത്തു, കുടിക്കാനും കൊടുത്തു. അങ്ങനെ തേച്ചു, അതുകൊണ്ട് ചൊറിയാൻ മാറി. പക്ഷേ പിറ്റേ ദിവസം പൊന്നും, അന്നും തേക്കും. പിറ്റേ ദിവസം പോകുന്നു, അന്നും തേക്കും. പിറ്റേ ദിവസം പോകുന്നു, അന്നും തേക്കും. എന്ത്? കുടിച്ചില്ല, ഉള്ളത്തെ കേട് പോയില്ല. എവിടുത്തെ പോയി? സത്യം പറഞ്ഞാൽ ഇയാൾ തേക്കുന്നതിനേക്കാൾ നല്ലത് കുടിക്കലായിരുന്നു. കാരണം ഉള്ളത്തെ കേടാൻ പോയി കഴിഞ്ഞാൽ അവനെ പുറത്തേക്ക് ചൊറി സ്വന്തം പോയിക്കോളും. പറഞ്ഞ മനസ്സിലായോ? തേക്കള്ള തേച്ച് കുടിക്കള്ള കുടിച്ചില്ല. വഞ്ചിതൻ. ചില ഇൽമിന്റെ അയലുകാരുണ്ട്, പ്രത്യക്ഷ തെറ്റുകളൊന്നും ചെയ്യുകയില്ല, പക്ഷേ അവരവരെ കൽബിനെ തൊട്ട് അശ്രദ്ധരാണ്. അവര് പ്രത്യക്ഷം കൊണ്ട് ജോലിയാവുകയും ചെയ്തു. ഉള്ള നന്നാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ത്വാഅത്ത് പോലും ശരിയാവുകയില്ല. ഒരാൾ ഉള്ള നന്നാക്കിയിട്ടില്ലെങ്കിൽ ആരാധന അല്ലാഹു സ്വീകരിക്കൂല. ഓഹുവ, അയാൾക്ക് മരീലിൻ, ഒരു രോഗിയെ പോലെയാണ്. അയാൾ ചൊറി വെളിവായി. അയാൾ അപ്പോൾ ഡോക്ടർ അയാളോട് കൽപ്പിച്ചു, ബിത്തുലായി, തേക്കുന്നത് കൊണ്ടും മരുന്ന് കുടിക്കുന്നത് കൊണ്ടും. അപ്പൊ അയാൾ എന്ത് ചെയ്ത്? തേച്ചു. മരുന്ന് കുടിക്കൽ ഒഴിവാക്കി. പുറത്തുള്ളത് ചൊറിയൊക്കെ പോയി. ഉള്ളിലോ അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ലേ? പുണ്ണ് വന്നപ്പോ ഇവിടെ തേക്കുള്ള കൊടുത്ത്, കുടിക്കാനും കൊടുത്ത്. എന്ത് ചെയ്തില്ല? കുടിച്ചില്ല. നാവിന്റെ അവിടെ എങ്ങനെയുള്ള തേച്ചിങ്ങനാണ് എങ്കിൽ ഇന്ന് പുണ്ണെന്ന് ശ്രമിക്കും, നാം പിന്നെ പൊന്തും. എന്ത് ഇവിടെ ആമാശയത്തിലെ പുണ്ണാണ് ഇത് പുറത്തേക്ക് പൊങ്ങണത്. ആമാശയത്തിൽ പോയിട്ടില്ല, എന്തുകൊണ്ട് മരുന്ന് കുടിച്ചില്ല? കൽബിന്റെ മരുന്ന് കൊടുത്തിട്ടില്ല. കൽബിന്റെ മരുന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ പുറത്തിന്റെ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നന്നായി എന്നേ ഉള്ളൂ. ജനങ്ങളുടെ നന്നായി ഇത്രേ ഉള്ളൂ. ഉള്ള പോക്കാണ്. ഉണങ്ങിയ കാഷ്ടക്കട്ടൊക്കെ നമ്മൾ പെയിന്റടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കാഷ്ടത്തിന്റെ കട്ട, ഒരു കാഷ്ട ഉണങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്? പെയിന്റടിച്ചു. മനസ്സിലായില്ല? ഒരു കാഷ്ടത്തിന്റെ കട്ട കിട്ടിയപ്പോ നമ്മൾ എന്ത് ചെയ്ത്? പെയിന്റടിച്ചു.
ഉണങ്ങിയ ഒരു കാഷ്ടത്തിന്റെ കട്ട പെയിന്റ് അടിച്ചുകൊണ്ട് ജനങ്ങൾ നല്ല പെയിന്റ് പുട്ടിട്ട് പെയിന്റ് അടിച്ച് ഷോക്കേസ് വെക്കാം. അതുകൊണ്ട് ഇത് കാഷ്ടല്ലേ പറയടോ. നല്ല പുട്ടിട്ട് പെയിന്റ് അടിച്ചിട്ട് അതിന്റെ പെയിന്റിന്റെ പുറത്ത് നല്ല നല്ല നീല കളറ്, പച്ച, ഇങ്ങനെ വിവിധങ്ങളായ കളറൊക്കെ ഇങ്ങനെ കൊടുത്തുനിന്ന് വെച്ച് വെക്കും. ഷോക്കേസിലൊക്കെ ഇങ്ങനെ വെച്ച് അങ്ങനെ വലിയ പ്രദർശന പരിപാടി ഉണ്ടായിരുന്നു. വലിയ കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ കരകൗശല വിദഗ്ധ പ്രദർശനം ഉണ്ടായി. അപ്പൊ നമ്മൾ ഈ കാഷ്ടത്തിന്റെ കട്ട എന്ത് ചെയ്ത് എന്താണ് നോക്കിയിരിക്കുന്നത്? ഈ കാഷ്ടത്തിന്റെ കട്ട നമ്മൾ പുട്ടിട്ട് പെയിന്റ് അടിച്ചിട്ട് അതിന്റെ മേലെ നല്ല മനോഹരമായ വർണ്ണചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്ത് മാനാഞ്ചിറയിൽ കരകൗശല പ്രദർശന ഹാളിൽ കൊണ്ടുപോയി. അപ്പൊ അവരവിടെ വാങ്ങിച്ച് ഇതാ അതിന്റെ പെയിന്റിങ്, അതിന്റെ വർക്ക്, കണ്ടോരെല്ലാം പറഞ്ഞു എന്ത് അതിമനോഹരം, ഭയങ്കരം 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 ഭയങ്കരം. പക്ഷെ ഉള്ളറിയണോനെ അടുക്കൂല, തീട്ടാണ്. മനസ്സിലായില്ലേ? നമ്മൾ പുറമൊക്കെ എങ്ങനെ നന്നാക്കിയാൽ ഇതാണ് അതിന് ഉദാഹരണം. പുറമൊക്കെ നന്നാ നാട്ടുകാരൊക്കെ പറയും, വലിയ മൂല്യനാണ്, വലിയ ആളാണ്, വലിയ മൂത്താല്യമാണ്, വലിയ ഓഹോ. പക്ഷേ എല്ലാം റബ്ബിനറിയാ ഇത് തീട്ടാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതന്നെ എന്നൊന്നും നടക്കണ്ട. പുറമ്മിനുക്കല്ലേ കക്കുസിനുള്ളൊരു രീതി നീ എടുക്കല്ലേ. കക്കൂസിന്റെ ക്ലോസറ്റിന്റെ ശുർക്കെന്താ? നമ്മളെ വള്ളക്കുപ്പായം പോലെ തന്നെയാണ്. നമ്മൾ ചില കക്കൂസൊക്കെ ക്ലോസറ്റൊക്കെ നമ്മൾ ഉജാല മുക്കിയ കുപ്പായം പോലെ, ഉള്ള വസ്ത്രം മിനുക്കിയിടും, ശോഭിക്കും വെള്ള വസ്ത്രവും എന്ന് പറഞ്ഞതുപോലെ. കക്കൂസിന്റെ ക്ലോസറ്റ് ആണല്ല നീലമുക്കിയ ക്ലോസറ്റ്, പക്ഷെ ഉള്ളിലെന്താ? തന്നെ പോലെയുള്ള ചീത്തകൾ കൽപ്പിൽ വെച്ചിട്ട് ജനങ്ങളിടയിൽ ആളായി നടന്നാൽ അത് കാഷ്ടക്കട്ടൊക്കെ പെയിന്റ് അടിച്ച് മാനാഞ്ചിറയിലെ കരകൗശല വിദഗ്ധന്മാരുടെ പ്രദർശന ഹാളിൽ വെച്ചതുപോലെയാണ്. അറിയാം ഇത് വീട്ടാണ്. ജനങ്ങൾ പറയും വലിയ വലിയ പാപ്പയാണ്. അകമശുദ്ധിയാക്കാതെ പുറമിനുക്കല്ലേ കക്കൂസിനുള്ളൊരു രീതി നീ എടുക്കല്ലേ എന്ന് നമ്മളെ കാക്കട്ടെ. വഞ്ചിതരാണ് മഹ്റൂരിങ്ങള്, വഞ്ചിതര് എന്ന് നീട്ടുന്നില്ല. ഇനി കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരും.